മധുരം കുറവല്ലേ? മധുരം കുറവായിട്ടിട്ടുണ്ട്. നമ്മുടെ കുക്കീസ് എടുത്തോ? കുക്കീസ് ഉണ്ട്. ഈ കുക്കീസ് ഏതാ നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ ആലത്തൂർ ചെന്നപ്പോൾ മഞ്ജുള ചേച്ചി നമുക്ക് സമ്മാനമായി തന്ന കുക്കീസാണിത്. ഇങ്ങനെ എന്തൊക്കെ സാധനങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ. ചായ അതെ, ഞാൻ വിചാരിക്കായിരുന്നു കേരളത്തിലെ 14 ജില്ലകളുടെ പല ഭാഗത്തുള്ള ചായയൊക്കെ കുടിച്ച്, ചായ മാത്രമല്ല ജ്യൂസും ഓ സത്യം. പിന്നെ കയറിയപ്പോഴേ പലർക്കും എത്ര സാധാരണഗതിയിൽ ഒരു ഇലക്ഷൻ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ എത്ര സീറ്റ് കിട്ടും എന്ന് ചോദിക്കുന്നതിനേക്കാൾ മുമ്പ്, ഇടതുപക്ഷത്തിന് എത്ര, കോൺഗ്രസിന് എത്ര കിട്ടും എന്നൊക്കെ ചോദിക്കുന്നതിനേക്കാൾ മുമ്പ് അയ്യോ ആളാകെ മാറിപ്പോയല്ലോ, കരിഞ്ഞു പോയല്ലോ. നിങ്ങൾ ചെയ്ത എപ്പിസോഡിനെ കുറിച്ച് പറയും. 12 എപ്പിസോഡ് പോയല്ലോ. പക്ഷെ അതൊരു വല്ലാത്തൊരു യാത്രയായിരുന്നല്ലേ. പക്ഷെ നമ്മൾ എന്ത് അസസ്മെന്റ് നടത്തിയാലും അവിടെ മണ്ണടിയാണ് ഡെസ്കിന്. അതില്ല, അത് പറ്റില്ല, അതെങ്ങനെ ശരിയാവും, ഇവിടെ ആലത്തൂർ എങ്ങനെ അങ്ങനെ സംഭവിക്കും, തൃശ്ശൂർ എങ്ങനെ അങ്ങനെ സംഭവിക്കുന്നുള്ള വേണ്ട. നമ്മൾ ഇവിടെ നിന്ന് കാണുന്നതോ കേൾക്കുന്നതോ ഒന്നും അല്ല എന്നുള്ളത് നമുക്ക് അവിടെ പോയപ്പോഴല്ലേ പലയിടത്തും ഗ്രൗണ്ട് റിയാലിറ്റി വളരെ വളരെ വ്യത്യസ്തമാണ് അല്ലേ. തൃശ്ശൂരിൽ കെ മുരളീധരന്റെ ഒരു ഓളം പ്രതീക്ഷിച്ചല്ലേ, ഓളം കിട്ടാൻ. അതാണ് അവിടെ ചെന്നപ്പോൾ. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു ഓളം കണ്ടില്ല. അങ്ങനെ പലയിടത്തും ഇപ്പം യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ പലരും ചോദിക്കുമ്പോൾ നമ്മളിത് പറയുമ്പോൾ അവർക്കത് ഇപ്പോഴും അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ എല്ലായിടത്തും മുൻകൂറായി പറയും, ഇത് നമ്മൾ കണ്ട കുറച്ച് ആളുകളെയാണ്, അല്ലെങ്കിൽ നമ്മൾ വളരെ കുറച്ച് ആളുകൾ അല്ലേ. അത് എത്രത്തോളം സയന്റിഫിക് ആണെന്ന് അറിഞ്ഞൂടാ. ഈ സർവേകൾ നടത്തുന്ന പോലും തെറ്റിപ്പോകും. അപ്പോഴാണ് നമ്മൾ കാണുന്ന, നമ്മൾ ചില പോക്കറ്റ്സ് ചെല്ലുന്നു, ചിലയിടത്ത് ചെല്ലുന്നു, കുറച്ച് ആളുകളെ കാണുന്നു, പക്ഷേ അതിൽ നിന്ന് ഒരു ജനറൽ ഫീല് കിട്ടാൻ ഒരു നമ്മളൊരു 50 പേരെയൊക്കെ കാണുന്നുണ്ട്. 50 പേരെ കാണുന്നതിൽ നിങ്ങളൊരു 25 പേര് ഒരാളുടെ പേര് പറയുകയാണെങ്കിൽ നമുക്കൊരു നിഗമനത്തിൽ എത്താൻ പറ്റും ഏതാണ്ട്. അതൊരു റാൻഡം സാമ്പിളിംഗ് പോലെ തന്നെയാണ്. പക്ഷെ അപ്പോഴും ശരിയാണ്, ഒരു ലോക്സഭാ മണ്ഡലം എന്ന് പറഞ്ഞാൽ 7 8 നിയമസഭാ മണ്ഡലങ്ങൾ, അതും വളരെ വളരെ വ്യത്യസ്തമായ ടെറൈൻ കൾച്ചറൊക്കെയുള്ള സ്ഥലങ്ങൾ. അപ്പോൾ അവിടുത്തെ ഒരു ജനറൽ ട്രെൻഡ് നമ്മൾ പോയ 2 3 മണ്ഡലങ്ങളിലാവും ചിലപ്പോൾ നമുക്ക് നിയമസഭാ മണ്ഡലങ്ങളിൽ എത്തിപ്പെടാൻ പറ്റും. അതൊക്കെ വെച്ച് അസസ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. പക്ഷെ എന്നാലും നമുക്കൊരു പൊതുവികാരമൊക്കെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് അല്ലേ. അതിൽ നമ്മളെ അത്ഭുതപ്പെടുത്തിയത് കാസർഗോഡത്തെ കോൺഗ്രസ് ക്യാമ്പാണ് അല്ലേ. അവിടെ പൊതുവെ ഒരു തണുപ്പ മട്ട് മൊത്തത്തിലുണ്ട്. എല്ലാ ക്യാമ്പിലും ആ ഒരു അവര് വേറൊരു തരത്തിലുള്ള പ്രചാരണ രീതി നമ്മൾ കേരളത്തിൽ പൊതുവെ കാണുന്ന ഒരു പ്രചാരണ രീതി. അത് മാത്രമല്ല, നമ്മൾ 15 ദിവസം മുന്നേ യാത്ര തുടങ്ങുന്നത്. അപ്പൊ ആ ചൂടിലേക്ക് എത്തിയില്ല. ഇപ്പൊ നമ്മൾ തിരുവനന്തപുരത്തോ കൊല്ലത്തോ കണ്ടതെന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിലേക്ക് അടുത്ത് കഴിഞ്ഞു. എങ്കിൽ പോലും ശ്രീജ പോസ്റ്ററുകൾ പോലും കുറവ്. അതെ അതെ. ഇവിടെ നമ്മൾ ആറ്റിങ്ങിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നും അങ്ങോട്ട് നിന്ന് കാസർഗോഡ് ഇവിടെ ഇലക്ഷൻ നടക്കുന്നില്ലേ എന്ന് തോന്നിപ്പോയി. ടൗണിലൊക്കെ പ്രത്യേകിച്ച് ആ നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നതിന്റെ അവിടെ നിന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് പുറത്ത്, അകത്ത് മുദ്രാവാക്യം വിളിക്കാൻ പറ്റില്ല, പുറത്തിറങ്ങി ഒന്ന് മുദ്രാവാക്യം വിളിക്കുമോ എന്ന് ചോദിച്ചതേ ഉള്ളൂ. പിന്നെ രാജ്ഭവൻ ഉണ്ണിത്താനെ കണ്ടത് കോൺഗ്രസ് തോളിലാണ്. ആകാശത്തൂടെ സഞ്ചരിക്കുന്ന ഉണ്ണിത്താൻ. പുറകെ പറഞ്ഞു നടക്കുന്നുണ്ട്. ഒരു ബൈറ്റ് എടുക്കണമായിരുന്നു. എനിക്ക് തോന്നുന്നത് അതിലും രസമായത് രാജീവ് ചന്ദ്രശേഖരന്റെ നമ്മൾ ചെന്ന് കയറുമ്പോൾ ഹീറ്റഡ് ആയ സിറ്റുവേഷനിലേക്കാണ് ചെന്ന് കയറുന്നത്. രാജീവ് ചന്ദ്രശേഖർ വളരെ സൗമ്യനായി, വളരെ പൊളൈറ്റായി മിണ്ടിക്കൊണ്ടിരുന്ന, ഡിപ്ലോമാറ്റിക് ആയി സംസാരിച്ചുകൊണ്ടിരുന്ന ആള്. അത് ഇന്ത്യ അങ്ങനെയാണ്. അല്ല, അത് വേണ്ട. അങ്ങനെ മോട്ടിവേറ്റഡ് ക്വസ്റ്റ്യൻ എന്നോട് ചോദിക്കണ്ട. ഞാൻ എൻ്റെ സെക്യുലർ ബാക്ക്ഗ്രൗണ്ട് ആരും എന്നോട് ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ല, ഞാൻ പറയുന്നത് നോക്കൂ, ഞാൻ അന്ന് പറഞ്ഞ CM എന്നെ വർഗീയവാദി എന്ന് വിളിച്ചതാ. എന്നെ എന്ത് വേണമെങ്കിൽ വിളിച്ചോളൂ, വർഗീയവാദി വിളിക്കാൻ പാടില്ല. അത് ഞാനല്ല. അത് നിങ്ങളുടെ സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞല്ലോ, അവിടെ പോയി ചോദിച്ചു നോക്കൂ. ഇവിടെ വടകര നമ്മൾ പോകുമ്പോൾ ഭയങ്കര ഹെൽത്തി ആയ ഒരു കോമ്പറ്റീഷൻ നടക്കാം. പക്ഷെ നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്കും വടകരയിലെ സിറ്റുവേഷൻ മൊത്തം മാറിയിരിക്കണു. അവിടെ ഒരു വടകര കണ്ടില്ലേ, ഓരോ മുക്കിന് DJ അല്ലേ, ഓരോ സ്ഥലത്ത് പ്രചരണം. ഏറ്റവും കൂടുതൽ ഈ കേരളത്തിന്റെ മുഴുവൻ ഇലക്ഷൻ ആവേശവും ഞാൻ കണ്ട വടകരയാണ്. സംശയമില്ല. വടകരയിലെ ആവേശത്തോളം വരുന്ന ആവേശമൊന്നും നമ്മൾ, പക്ഷെ കൊല്ലത്തും നമ്മൾ അവസാന DJ ഒക്കെ കണ്ടു. താഴേക്കാടി മാർക്കറ്റ് ശരിക്കും ഒരു ലിജോ ജോസ് പെല്ലിശ്ശേരി സിനിമയെ ഓർമ്മപ്പെടുത്തും. മനുഷ്യരെല്ലാം വേറെ വൈബില്, വേറെ റോളത്തിലല്ലേ, വേറൊരു ലോകം.
എന്ന് പറഞ്ഞൊരു മുത്തിനെ ഞങ്ങൾക്ക് വളരെ കിട്ടിയതല്ല, വളരെ സന്തോഷമാണ്. ഞങ്ങളത് ഏറ്റെടുക്കുകയും ചെയ്തു. ഞങ്ങൾ ഇവിടുന്ന് പാർലമെന്റിലേക്ക് MP ആയിട്ട് കഴിഞ്ഞ മുരളിനെക്കാളും വൻ ഭൂരിപക്ഷത്തിൽ വടകര വിളിച്ച് ജയിക്കും. പത്മജ BJP പോയി നന്നായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണല്ലോ ഷാഫിനെ ഞങ്ങൾ കിട്ടിയത്. ടീച്ചറുടെ ക്യാമ്പിൽ പോയപ്പോ എന്താ തോന്നുന്നത്? ടീച്ചർ ഇപ്പോഴും മറ്റേ ആ കോവിഡ് കാലത്തെ കഥ തന്നെയാണ് ടീച്ചർ ഇപ്പോഴും പറയുന്നത്. ടീച്ചർക്ക് അറിയാം ടീച്ചറുടെ സ്ട്രോങ് ഏരിയ ആ കോവിഡ് കാലത്ത് ടീച്ചർ നടത്തിയ പ്രവർത്തനമാണ് എന്നുള്ളത് കൃത്യമായി ശൈലജ ടീച്ചർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ നമ്മളോട് സംസാരിക്കുമ്പോഴായാലും ജനങ്ങളോട് സംസാരിക്കുമ്പോഴായാലും ടീച്ചർ ആ കോവിഡ് കാലം ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതായിരുന്നു കോവിഡ് കാലം. ആരോഗ്യവകുപ്പിൻ്റെ കൺട്രോൾ റൂം തുറന്ന് പ്രവർത്തിക്കുകയായിരുന്നു 24 മണിക്കൂറും. അവിടെ ആരെങ്കിലും ഒറ്റപ്പെട്ടു പോയാൽ, എവിടെയെങ്കിലും മരുന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ, കോവിഡിൻ്റെ കാലത്ത് 2020 അവർ വിളിച്ചാൽ എപ്പോഴും സ്ഥിരമായിട്ട് പ്രവർത്തിക്കുന്ന കോൾ സെൻ്റർ ഉണ്ടായിരുന്നു. ആ ടീച്ചർമാ എന്ന് പറയുന്ന മുദ്രാവാക്യമൊക്കെ കേട്ടപ്പോഴേ അല്ല ശരിക്കും ഒരു വനിതാ നേതാവിന് ഇത്രയും ആക്സെപ്റ്റൻസ് കിട്ടുന്ന എനിക്ക് ഭയങ്കര സന്തോഷം. സത്യമാണ്. കൊറോണ കാലത്ത് നമ്മളെ സംരക്ഷിച്ച ഒരു അമ്മയെ പോലെ നമ്മളെ നോക്കി മുഖ്യമന്ത്രി ആവണമെന്നാ നമ്മളെ ഒരു ആഗ്രഹം. എന്തമ്മാ എന്ത് പറ്റി? ഓ കൊറേ ദിവസത്തിന് ശേഷം കണ്ടിട്ടായിരിക്കും കേട്ടോ ശ്രീജ. ഒരു കുഴപ്പമില്ല. ജസ്റ്റ് ഒരു ഷൂട്ട്. എന്തിനാ? എന്ത് പറ്റി? ഇത് എന്തിനാ ഈ ബഹളം? സിംബുവിനെ മിസ് ചെയ്താണോ അല്ലേ ശ്രീജ? സിംബുവിനെ എനിക്ക് മിസ് ചെയ്യുന്നില്ലായിരുന്നു. കാരണം നമ്മൾ ചെല്ലുന്നിടത്തൊക്കെ നമുക്ക് ഓരോ ഓമന മൃഗങ്ങളെ കിട്ടുന്നുണ്ടായിരുന്നല്ലോ. ഈ കോഴി ബാബു ബാബു എൻ്റെ സൗണ്ട് കേട്ടിട്ട് അത് താഴെ നിന്ന് മതിലിൽ കയറി, മതിലിൽ നിന്ന് മാവിൽ കയറി, മാവിൽ നിന്ന് സ്റ്റേ വെയർ വഴി സൺഷൈഡിൽ കയറിയിട്ട് ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് കഴിച്ചിട്ട് പോകും. ബിക്കോസ് അതിൽ കാര്യമാണ്. ബിക്കോസ് എന്താ പറയുക, ഹൈബി ഭയങ്കര ജനറസ് ആണ്. അത് കോഴിയാണോ മനുഷ്യനാണെന്നൊന്നും ഹൈബിക്ക് ഡിഫറൻസ് ഇല്ല. അപ്പോൾ നല്ല ചീസ് കുക്കീസൊക്കെ നമ്മളിങ്ങനെ ഞാൻ തന്നെ അതിൻ്റെ പകുതിയൊക്കെ പൊട്ടിച്ചിട്ട് കഴിക്കാം. പകുതി. അപ്പോൾ ഹൈബിയുടെ 7 അല്ലാതെ അത് വെക്കാൻ പറ്റില്ല. അപ്പോൾ തന്നെ ഇതൊക്കെ പൊട്ടിച്ചിട്ട്, ബിക്കോസ് അത് കാരണം കൊണ്ട് ഇവിടുത്തെ പെറ്റ്സ് എല്ലാം ഭയങ്കര പിക്കിയായി. സത്യത്തിൽ അദ്ദേഹത്തിന് നമ്മളോട് സംസാരിക്കാൻ തന്നെ ഒരു വൈമുഖ്യം ഉണ്ടായിരുന്നു. രാവിലെയാണ് പുള്ളിയുടെ ഒരു ഡെയിലി ആക്ടിവിറ്റി ഒക്കെ തുടങ്ങുന്നേ ഉള്ളൂ എന്നൊക്കെയുള്ള മട്ടില്. എങ്ങനെ ജിം ഒഴിവാക്കാന്ന് പറഞ്ഞാൽ ജിം ഒരു ക്ലീശയാണ്. നമുക്കും അറിയാം, സുധാകരന്റെ വീട്ടിൽ പോകുന്ന എല്ലാവരും അദ്ദേഹത്തിന്റെ ജിമ്മ് പോകുക എന്നുള്ളത് ഒരു ക്ലീശയാണ്. പക്ഷെ പലയിടത്തും നമ്മൾ ക്ലീശ ഒഴിവാക്കാൻ നോക്കിയിട്ട് നമ്മൾ ആ ക്ലീശയെ തന്നെ ചെന്ന് പെടും. പക്ഷേ ആ ക്ലീശയിലും അദ്ദേഹം സംസാരിച്ച പൊളിറ്റിക്സ് അല്ലേ, ഗംഭീര പൊളിറ്റിക്കൽ ബൈറ്റ്. ആദ്യം ചെന്നപ്പോ തന്നെ നമുക്ക് ഇട്ടാ പണി കിട്ടിയത്. ഇല്ല, ഞങ്ങൾ അതിലും വലിയ അധ്വാനത്തിലാ. അതെ അങ്ങനെ ഒരു വിമർശനം ഞങ്ങൾക്ക് രാഷ്ട്രീയക്കാരോടും രാഷ്ട്രീയക്കാർക്ക് തിരിച്ചുമുണ്ട്. നമുക്ക് പേടിയാ, ആരും പേടിയില്ല. CPM-കാരെ കണ്ടാ പേടിയില്ല, അല്ലെങ്കിൽ നിങ്ങളെ മാധ്യമങ്ങളെ കാണുമ്പോ പേടി. എന്താ നിങ്ങൾ ആക്കുമെന്ന് പറയാൻ കഴിയില്ലല്ലോ. ഞങ്ങള് പാവങ്ങളല്ലേ. പലയിടത്തും ചെല്ലുമ്പോൾ നമുക്ക് സ്ഥാനാർത്ഥികളെ തമ്മിൽ ഭയങ്കര വൈരുദ്ധ്യം തോന്നും. അതായത് രമ്യ ഹരിദാസും കെ രാധാകൃഷ്ണൻ നോക്കുമ്പോൾ, രമ്യ ഹരിദാസിനെയും കെ രാധാകൃഷ്ണനെയും നോക്കുമ്പോൾ 2 ധ്രുവങ്ങളിൽ നിൽക്കുന്ന മനുഷ്യർ. ഒരാൾ മറ്റേ കോളേജ് യൂണിയൻ ഇലക്ഷൻ പോലെ കിടന്ന് ഓളം ഉണ്ടാക്കുന്നു, വേറൊരാൾ വളരെ പതിയെ സാധാരണക്കാരോട് സംസാരിക്കുന്നു. വളരെ ഒട്ടും ഒരു പക്വത അല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തമ്മിൽ ഒരിക്കലും പ്രചരണത്തിൽ കമ്പയർ ചെയ്യുകയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മത്സരമോ ഒന്നും അല്ല. അവര് അവരുടേതായ ഗ്രൗണ്ടിൽ നിന്നിട്ട് മത്സരിക്കുകയാണ്. ഈ ആലത്തൂർ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളത് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ആ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി ഇച്ഛാശക്തിയോടുകൂടിയുള്ള പ്രവർത്തനമാണ് നമ്മുടെ സഖാക്കളും പ്രവർത്തകരും എല്ലാം കൂടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആരെ കാണാൻ നിൽക്കുക? രാധേട്ടനെ കാണാൻ നിൽക്കുകയാണോ? രാധേട്ടനെ എവിടെയാ കണ്ടിട്ടുള്ള മുമ്പ്?
ഇവിടെ കണ്ടിട്ടില്ല, TV-യിൽ മാത്രം കണ്ടിട്ടുണ്ട്. ചിലയിടത്തൊക്കെ നമ്മൾ ക്രൂരമായി പെരുമാറിയെന്ന് എനിക്ക് തോന്നുന്നു, പ്രത്യേകിച്ച് കൊല്ലത്ത്. NK പ്രേമേന്ദ്രനെ നമ്മൾ പകല് തൊട്ടേ ട്രാക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ അദ്ദേഹം നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത വഴിയാണ്. നമ്മൾ തിരുവനന്തപുരത്തേക്ക് മടങ്ങി വരികയാണ്, അവസാനം പാതിരാത്രി 11:30 ആകുമ്പോഴാണ് നമ്മൾ അദ്ദേഹത്തെ ഒരു വഴിയിൽ, അദ്ദേഹം പോകുന്ന വഴിയിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് കുറച്ച് ദൂരം വരാൻ പറഞ്ഞ് നമ്മളൊരു രാത്രി ഒരു ജംഗ്ഷൻ, ആ ജംഗ്ഷനിൽ വേറെ മനുഷ്യന്മാരാരുമില്ല. പക്ഷേ എങ്കിലും 19 മിനിറ്റ് അദ്ദേഹം ആ നടുറോഡിൽ നിന്ന് സംസാരിച്ചു. അത് വഴിയിലൊക്കെ പ്രേമലു എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റർ കണ്ടായിരുന്നു. അത് ചോദിക്കണം നമ്മൾ വിചാരിച്ചാലേ, ആ രാത്രി ഒട്ടും അതിന് പാകമല്ല, ഒരു സമയമായിരുന്നില്ല. നമ്മളോട് എല്ലാവരും ചോദിക്കണ്ടല്ലോ തളർന്നോ. ശരിയാണ്, ഏറ്റവും തളർന്നു കണ്ടത് ഐസക്കിനെയാണ്. സത്യം, നമ്മൾ അങ്ങനെ ഒരു ഐസക്കിനെ കണ്ടിട്ടില്ല. ലക്ഷ്മി ഭയങ്കര വിഷമത്തിലായി പോയി. ശരിക്കും എനിക്ക് നല്ല വിഷമം തോന്നി. അത് ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി ഉണ്ട് എന്നാണ് ഞാൻ പിന്നെ അതിനുശേഷം വന്നിട്ട് അന്വേഷിച്ചു എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ആരോഗ്യ പ്രശ്നങ്ങൾ കൂടിയുണ്ട്. പിന്നെ പൊളിറ്റിക്കലിയും കുറച്ചൊരു തളർച്ച എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് തോന്നിയത് അദ്ദേഹം ഭയങ്കര സ്ട്രെന്യൂസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, വേറെ ഒന്നുമല്ല. അത് ഈ പറഞ്ഞ പോലെ പൊളിറ്റിക്കലി ഒരുപാട് കാര്യങ്ങൾക്ക് ഐസക് മറുപടി പറയേണ്ടി വരും. മാത്രം മറുപടി പറയേണ്ടത്, മറ്റ് സ്ഥാനാർത്ഥികൾക്കൊന്നും ആ ബാധ്യത ഇല്ലാത്തതുപോലെ. പലപ്പോഴും ഇവിടെ പെൻഷൻ മുടങ്ങുന്നത്, കേരളത്തിന്റെ സാമ്പത്തിക ബാധ്യത, ഇതിന്റെ ഒക്കെ ഉത്തരവാദി ഐസക് മാത്രമാണെന്നുള്ള തരത്തിലുള്ള ഒരു പ്രചരണം അവിടെ നടക്കുന്നുണ്ട്. ആ ബൈറ്റ് എടുക്കുന്നതിനിടയിൽ ഞാൻ നീന്തൽ കുളത്തിലേക്കൊന്ന് നോക്കിയപ്പോൾ നല്ല പരിചിതമായ മുഖം, സോഷ്യൽ മീഡിയയിലൊക്കെ തരംഗമായ പാലാസജിയുടെ രാഷ്ട്രീയം എന്താണെന്ന് അറിഞ്ഞു തരാം. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊരു പാട്ട് പാടാം. അഭിപ്രായം പറഞ്ഞില്ലെങ്കിലും ജനങ്ങളോട് വോട്ട് ചെയ്യാൻ ആഹ്വാനം ചെയ്യണം. വോട്ട് ഒരു തെരഞ്ഞെടുപ്പ് അടുക്കണ സമയത്ത് വിലയുള്ള നോട്ട്, ഈ നോട്ട് ചുടും മനസ്സിന്റെ നിറമുള്ള മഷി കൊണ്ട് വിധിയിട്ട ചുമ്മാതെ കളയരുതമ്മിണിയേ. സ്ഥാനാർത്ഥികളിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ വേറൊരു സ്ഥാനാർത്ഥി ആരാന്നറിയോ? ജോയ്സ് ജോർജിനെ ഞാൻ ഇങ്ങനെ ഒരു ആളായിട്ടല്ല, ശരിക്കും കഴിഞ്ഞ തവണ ഇലക്ഷൻ പ്രചരണത്തിലൊക്കെ ഇങ്ങനെ തന്നെ ആയിരുന്നു കാണും, അവിടെ ചെന്നവർക്ക് മനസ്സിലായി കാണും. പക്ഷെ ഞാൻ ഒരിക്കലും ജോയ്സ് ജോർജ് ഇത്ര തീപ്പൊരി പ്രസംഗം നടത്തുന്ന ഒരാളാണെന്നൊന്നും എനിക്കറിയില്ല. അത് നമ്മൾ കാണുന്നത് ഏതാണ്ട് 9 മണിക്കൊക്കെ അല്ലേ രാത്രി. സംസാരിച്ചുകൊണ്ടേയിരിക്കും, നിരന്തരമായി പ്രതികരിച്ചുകൊണ്ടേയിരിക്കും. ഈ നാടിന്റെ ജനാധിപത്യവും ഈ നാടിന്റെ മതനിരപേക്ഷതയും കാത്തു സൂക്ഷിക്കാൻ അതിനാൽ നിങ്ങളെ പിന്തുണയുണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട്, പ്രിയമുള്ളവരെ, നിങ്ങളെ ഏൽപ്പിക്കുന്ന വിശ്വാസത്തെ ഞാൻ എന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുമെന്ന്. മാത്രല്ല ജോയ്സിന്റെ പ്രചരണ വാഹനം, ഞങ്ങൾ ഈ മൊത്തം യാത്ര നടത്തിയല്ലോ, ഈ യാത്രയിലുടനീളം ഞങ്ങൾ പല പ്രചരണ വാഹനങ്ങളിലും കയറി. ഇത് ഞങ്ങൾ ഒരു പ്രോഗ്രാമിന് ഇടയ്ക്ക് പറഞ്ഞിരുന്നു. പക്ഷെ ഇങ്ങനൊരു യാത്ര സത്യത്തിൽ വീഗാലാൻഡിലെ റൈഡിലാണോ നമ്മള്? അതെ, റോഡൊക്കെ നല്ല അടിപൊളി റോഡാണ്. ഇടുക്കിയിലും കോട്ടയത്തൊക്കെ റോഡൊക്കെ നല്ല റോഡാണ്. റോഡിൽ പക്ഷെ ആ വാഹനം പോകുന്ന സ്പീഡ്, നമ്മുടെ ക്യാമറാമാൻമാർ ആ വിഷ്വലുണ്ട്, പ്രശാന്തി ഒഴിഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട്, നമുക്ക് മനസ്സിലാവുന്നില്ല, മരച്ചില്ലേ വന്ന് കയറുന്നത്. അരുണും പ്രശാന്തിനും തടഞ്ഞ് വിജിൽ നിൽക്കുന്ന ഒരു ഷോട്ട് നമ്മുടെ ഉണ്ടല്ലോ. വിജിൽ ഇങ്ങനെ തടഞ്ഞാ നിർത്തിയിരിക്കുന്ന രണ്ടുപേരും. കാരണം ഒരു ബ്രേക്ക് വല്ലതും ഇട്ടാ ഇവരെല്ലാരും കൂടെ താഴെ വീഴും. വേണ്ട, മതി, പിടിച്ചു വെക്കണേ. സംസാരം അത്രേ ഉള്ളൂ. നിങ്ങൾ പറഞ്ഞ തിരിച്ചു പറഞ്ഞ അത് ഞാൻ പറയില്ല. അങ്കിളിന്റെ പേരെന്താ? പാവൻ ജോസ്. എത്ര വയസ്സുണ്ട്? എനിക്ക് അല്ല 61. ഞങ്ങൾ വിശ്വസിക്കൂല, കുറച്ചുകൂടെ ഉണ്ട്. കുറച്ച് പെൻഷനുണ്ട്, 4 പെൻഷൻ. എന്തൊക്കെ പെൻഷനുണ്ട്? ഏതൊക്കെ പെൻഷനുണ്ട്? ഒന്ന് കർഷക തൊഴിലാളി, ഒന്ന് മോദി, ഒന്ന് മോട്ടോർ തൊഴിലാളി. എനിക്ക് തെരിച്ചില്ല, നിന്റെ വീഡിയോ പറഞ്ഞ നിന്റെ വീഡിയോ ഈ കൊല്ലുന്ന കാലം ഞങ്ങളല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാ ഞാൻ ജനിച്ചന്നു കേട്ടോ. അതായത് അല്ല, ഞാൻ ജനിച്ചന്നു കേട്ടോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഞങ്ങൾ അപ്പനും മക്കളും ചെയ്യും. ഞങ്ങൾ ചെയ്യാൻ കാരണം അറിയാം, ഒരു കാലത്ത് ഈ നമ്പൂരി ഇവരൊക്കെ ഞങ്ങളെ പുറത്തോടെ ഇറക്കി വിട്ടു.
എൻ്റെ അപ്പനൊക്കെ ഉണ്ടോ ഒരു കഞ്ഞിക്ക് വശാല കിടന്നു. ഞങ്ങൾ 7 മക്കളാണ്. 7 മക്കൾ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഞങ്ങളുണ്ടോ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചിരിക്കാൻ. അതെ, ആ രാഷ്ട്രീയ ബോധ്യമുണ്ട്. എൻ്റെ അമ്മയും എൻ്റെ അപ്പനും ഒരു നേരത്തെ കഞ്ഞി കുടിക്കാനുണ്ടോ ഞങ്ങളുണ്ടോ. ശരി, അപ്പൊ ഇനി ഉള്ളിടത്തോളം കാലം നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതെ, എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നത് ഇങ്ങനെ ഒരു ഇലക്ഷൻ കാലത്ത് ഈ 14 ജില്ലകൾ, 20 മണ്ഡലങ്ങൾ, ഇതിൽ ഒരു ഏറ്റവും കൂടുതൽ 5-6 സ്ഥാനാർത്ഥികളെ നമ്മൾ മിസ് ചെയ്തിട്ടുള്ളൂ. എല്ലാ മണ്ഡലങ്ങളിലും പോയി ഇവരെ എല്ലാം കാണാൻ പറ്റി. ഇവർക്ക് പറയാനുള്ള രാഷ്ട്രീയം, അവരുടെ പ്രചാരണം എങ്ങനെയാണെന്ന് നേരിട്ട് കാണാൻ പറ്റി. അതൊരു വളരെ വളരെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അല്ലേ. നല്ലൊരു എക്സസൈസ് ആണ് അത്. ഞങ്ങളടുത്ത് പലരും അസൂയോടെ പറയാറും ഉണ്ടായിരുന്നു അല്ലേ. അതേ സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റിയല്ലോ, ചൂടും വെയിലും ഒക്കെയാണ് എങ്കിൽ പോലും ഈ ആളുകളെ കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇലക്ഷൻ സമയത്ത് അതൊരു വലിയ അച്ചീവ്മെന്റ്. അതെ, എന്തുകൊണ്ട് ഇടതുപക്ഷം ജയിക്കുന്നു ഉപ്പയോട് ചോദിച്ചേ? അല്ലാതെ ഉപ്പ പറയണാണോന്ന് എനിക്ക് സംശയമുണ്ട്. ഉപ്പ അങ്ങനെ പറഞ്ഞോ? ഉപ്പ അങ്ങനെയാണോ പറഞ്ഞേ? സത്യം പറ. നിങ്ങൾ ഏത് പാർട്ടിയാന്ന് വെച്ചേ? LDF എന്നോ? എന്നിട്ട് LDF ജയിച്ചു കഴിഞ്ഞാൽ അങ്ങ് പോയി ഉള്ളിലിരുന്നാ പോരാ, എല്ലാരെയും വന്ന് കാണണം. മുകേഷ് അങ്ങനെ കാണുന്നുണ്ടോ? ഇല്ല, മുകേഷ് കഴിഞ്ഞ ലക്ഷം കണ്ടതാ, പിന്നെ കണ്ടിട്ടില്ല. പിന്നെ കണ്ടിട്ടില്ല. പിന്നെ കണ്ടിട്ടേ ജോലിയില്ലാതെ നടക്കുന്നു. വോട്ട് മാത്രം വരും. അല്ല, ഞങ്ങൾ എന്താ ആവശ്യമില്ലാത്ത കാര്യം വെച്ചാൽ അങ്ങനെയൊന്നുമല്ല. നമ്മളൊരു ജനാധിപത്യമാണ്. ചോദിച്ചിട്ടില്ല. ഇത് നമുക്ക് നേരെ അവർ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന ആ മൊമെന്റില് ഇവർ പെട്ടെന്ന് പേടിച്ച്, അതായത് വ്യക്തികളുടെ അഭിപ്രായത്തിനപ്പുറം സംഘടനയൊക്കെ ആ അഭിപ്രായങ്ങളെ പുറത്തു വരാതെ നോക്കുന്ന തരത്തിലാണ് എനിക്ക് അതിനെ ഫീൽ ചെയ്തത്. എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള മനുഷ്യരായി തോന്നി. കാരണം മുകേഷിന്റെ പ്രചരണ പരിപാടി നടക്കണതിന്റെ മുന്നേ നിന്നിട്ട് ഇവർ ഈ മാധ്യമങ്ങളോട് ഇങ്ങനെ പറയുന്നത്, അത് അവർക്ക് അതൊരു ബുദ്ധിമുട്ടായതാണ് അവിടെ കണ്ടത്. തല്ലിയിട്ടാതെ രക്ഷപ്പെട്ടത് എന്തായാലും മഹാഭാഗ്യം. വളരെ സാധാരണ മനുഷ്യരെന്ന് വിചാരിക്കുന്നവരടുത്തു നിന്നാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള രാഷ്ട്രീയം കേൾക്കുന്നത്. ശ്രീജ ആ ലോട്ടറി കച്ചവടക്കാരനോട് പോയി സംസാരിച്ചു. മാനവീയ വീഥിയിൽ തൂക്കാൻ നിൽക്കുന്ന ചേച്ചി പറയുന്ന രാഷ്ട്രീയം, ഇന്ത്യയെ നിലനിർത്തണമെങ്കിൽ കോൺഗ്രസ് തന്നെ വേണം. ഇന്ത്യ ഭാരതമല്ല, നമുക്ക് ഇന്ത്യയാണ്. നമ്മൾ ഇന്ത്യയിലാണ് ജനിച്ചത്. നമ്മൾ സത്യപ്രതിജ്ഞ സ്കൂളിൽ ചെയ്തപ്പോൾ ഇന്ത്യ എൻ്റെ രാജ്യമാണ്, നമ്മൾ സഹോദരി സഹോദരങ്ങളാണ് എന്നാണ് പിന്നെ നമ്മൾ പ്രതിജ്ഞ എടുത്ത്. അത് ഇത്രയും കാലം വരെ നമ്മളത് കാത്തു സൂക്ഷിച്ചിട്ട് ഇനി അത് ഒരു ഭാരതമാക്കാനായിട്ട് നമുക്കത് നമ്മുടെ രക്തത്തിലത് പറ്റുന്നില്ല. ഇലക്ഷൻ ജനാധിപത്യപരമായിട്ട് നടക്കണമല്ലോ ഇവിടെ. ഇനിയൊരു ഇലക്ഷൻ ഉണ്ടാവുമോ എന്ന് തന്നെ നമുക്ക് സംശയമാണല്ലോ. കേരളത്തിൽ കഴിഞ്ഞ പ്രാവശ്യം പോയ 19 എംപിമാർ കഴിഞ്ഞ കാലയളവിൽ ലോക്സഭയിൽ എന്ത് ചെയ്തു എന്ന ചോദ്യമാണ് ഞങ്ങൾക്ക് മുന്നോട്ടേക്കാണുള്ളത്. ആ കാലഘട്ടത്തിൽ എന്തായാലും കേരളത്തിൽ നിന്ന് ഇടതുപക്ഷം തന്നെ ജയിച്ച് മുന്നോട്ട് വരണം. വോട്ട് ചോദിക്കാൻ വന്നിട്ട് വോട്ടിന് മാത്രമേ ചോദിച്ചോണ്ട് വരും ഇപ്പം മാത്രം. പിന്നെ പോയിട്ട് അവർ വലിയ കസാലയിൽ ഇരിക്കൂ. മനസ്സിലായോ? നമ്മളെ ആരും ചോദിക്കില്ല, നമ്മളെ പിള്ളേരാരും ചോദിക്കില്ല. ഞാനും ഈ ഇലക്ഷനിൽ പണിയെടുത്തവനാ. 35 കൊല്ലം ഞാനും പണിയെടുത്തിന്. ഏതിലും ആട്ട് പാർട്ടി ഞാൻ പറയില്ല. ഇതെല്ലാം നിങ്ങൾ എന്തിനാ പൊടിച്ചോണ്ട് വന്നിട്ട് ആർക്ക് വേണ്ടിയിട്ടാ? ശരി, നിങ്ങൾ വന്നതിന് നന്ദി.
സ്ഥാനാർത്ഥികളെ നേരിട്ട് കാണണം. അതാണ് നമ്മുടെ നാടിന്റെ സ്ഥാനാർത്ഥിയല്ലയോ, നമുക്ക് നേരിട്ട് കാണണ്ടേ? ഈ കാണാൻ പറ്റൂ. ഇനി അടുത്ത ഇലക്ഷനല്ലേ ഇവരെ കാണേണ്ടുന്നത്. അയാൾ 40 വെയിറ്റിംഗ് ഷെഡ്യൂൾ വെച്ചിട്ടുണ്ട്. 10 ലക്ഷം രൂപ ചിലവ്. അയാളുടെ 7 മണ്ഡലങ്ങളിൽ, ഒരു മണ്ഡലത്തിൽ 7 പഞ്ചായത്തിൽ 7 വീടുകൾ വെച്ച് അയാൾ കൊടുത്തിരുന്നെങ്കിൽ 5 വർഷം കൊണ്ട് 35 വീടുകൾ വന്നേ. ഒരു വീട് പോലും വെച്ച് കൊടുക്കാത്ത, ദരിദ്രന്മാർക്കൊരു വീട് വെച്ച് കൊടുക്കാത്ത MP അത്. അതേ പറയുന്നത്. പിന്നെ ജയിക്കുന്ന പുള്ളി ജയിച്ചോളൂ. ഐസക് സാർ ജയിക്കും. ജയിക്കാതിരിക്കാൻ എന്താ വഴി? അല്ലേ പിന്നെ ഇവിടെ സാമുദായിക ധ്രുവീകരണം ഉണ്ടാകണം. മതനിരപേക്ഷത സംരക്ഷിക്കുന്ന ഭാഗമായിട്ടാണ് പാർട്ടി മാറുന്നത്. ജോസ് കെ മാണി മാറി അങ്ങനെയാണ്, അല്ലാതെ ഏതെങ്കിലും ജാതിയോ മതം വെച്ച് മാറിയതല്ല. നമുക്ക് ഭരണഘടനയല്ലേ നമുക്ക് ഈ മൈക്ക് പിടിച്ച് നടക്കാനൊക്കെ ഉള്ളൂ. പറ്റുമോ അല്ലേ? പറ്റുമോ? ഇല്ലെങ്കിൽ പറ്റില്ല. വലിയ വാക്കുകൾ പറയുന്ന തരൂർ എന്തേ നോ എന്ന് 2 അക്ഷരം പറയുന്നില്ല. എയർപോർട്ട് അദാനിക്ക് കൈമാറുന്ന അവസരത്തിൽ അതിനെ അനുകൂലിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ബി ടീമായി യങ് ഇന്ത്യയെ കൊണ്ട് അതിന് സർവേ നടത്തി അതിന് അനുകൂല നിലപാട് സൃഷ്ടിച്ച ആളാണ്, ഓൺലൈൻ നവമാധ്യമങ്ങളിലടക്കം. ഈ യാത്ര കഴിഞ്ഞ് നമ്മൾ എത്തിയെന്ന് കണ്ടപ്പോൾ പലരും വിളിച്ചു ചോദിക്കുമ്പം എനിക്ക് തോന്നിയത് ഇത്തവണ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ളത് 2 തരം തരംഗങ്ങളാണ്. ഒന്ന് ആന്റി മോഡി, മറ്റൊന്ന് പ്രോ മോഡി അല്ലേ? അതെ, അത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് നമ്മൾ വടക്കൻ കേരളത്തിൽ സഞ്ചരിച്ചപ്പോൾ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഭയങ്കര ആശങ്കയാണ്. ഇനി ഒരു BJP സർക്കാർ വന്നാൽ എന്താകും? ഈ പറയുന്ന ഭരണഘടന നിലവിൽ ഉണ്ടാകുമോ? ഇനി എന്താവും, നമ്മുടെ അവസ്ഥ എന്താവും രാജ്യത്ത് എന്ന് പറയുന്ന കുറേ മനുഷ്യമായ അവരുടെ അസ്തിത്വ പ്രശ്നം ഭയങ്കരമാണ്. അത് വളരെ കൃത്യമായി അവർ മാധ്യമങ്ങൾക്ക് മുന്നിലൊക്കെ അത് പറയുന്നുമുണ്ട്. അതേസമയം നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇത്തവണ സംസ്ഥാനത്തെ BJPയുടെ സ്ഥാനാർത്ഥികൾ ആരും, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സ്ഥാനാർത്ഥി അവർക്ക് വേണ്ടിയല്ല വോട്ട് ചോദിക്കുന്നത്, അവർ വോട്ട് ചോദിക്കുന്നത് നരേന്ദ്രമോദിക്ക് വേണ്ടിയാണ്. മോദിക്ക് ഗ്യാരണ്ടി മാത്രമാണ് അവരവരുടെ ഹിന്ദുത്വ രാഷ്ട്രീയമോ BJP രാഷ്ട്രീയമോ മുന്നോട്ട് വയ്ക്കുന്നില്ല, വികസനം മാത്രമാണ് പറയുന്നത്. അത് താഴെ തട്ടിലടക്കം ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് സീറ്റ് കിട്ടുമല്ലോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. പക്ഷേ ആദ്യത്തെ കാര്യം ഒരു തോന്നൽ സീറ്റ് കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് തന്നെ തോന്നുന്നു. പക്ഷേ വോട്ട് ഷെയർ അത് എന്തായാലും BJP ഏറ്റവും താഴെ തട്ടിലേക്ക് മോദിക്ക് ഗ്യാരണ്ടി അല്ലെങ്കിൽ ഒരു മോദി വികസന സങ്കല്പം എന്നൊരു സാധനം അവർ വളരെ കൃത്യമായി താഴെ തട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അത് കുറെയൊക്കെ ആളുകളെ സ്വാധീനിക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലായി. BJPക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി അല്ലേ? കാരണം കഴിഞ്ഞ തവണത്തെ ശബരിമല ഒരു സുനാമിയാണ്, അത് വെച്ച് നമുക്ക് അസസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ വളരെ സ്വാഭാവികമായി ഓർഗാനിക്കായി തന്നെ BJPയിലേക്ക് എത്തിച്ചേരുന്ന ഒരുപാട് പേരുണ്ട്. അതേസമയം ഒരുപാട് കാലം കേരളത്തിന് BJP പൊളിറ്റിക്സിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ട്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെതിരായ ഒരു വികാരമുണ്ട്. സംസ്ഥാന സർക്കാരിന് പെൻഷൻ പോലെയുള്ള അതിസാധാരണമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാരിനെതിരെ ഒരു പരാതികളുണ്ട്. ഒരു ലോക്സഭാ ഇലക്ഷനിലൊക്കെ ചെറിയ സംസ്ഥാന വിഷയങ്ങളൊക്കെ പ്രശ്നം. ഇതിന് നടുവിൽ അപ്പോ കോൺഗ്രസിന് ഒരു സ്പേസ് ഉണ്ട്. കോൺഗ്രസിന് ആ സ്പേസ് എത്ര കണ്ട് മുതലെടുക്കാൻ പറ്റും എന്നതായിരിക്കും. ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഈ സംസ്ഥാന സർക്കാരിനെതിരായ ജനവികാരം ഉണ്ട്, അതവിടെ ഉണ്ട്. പെൻഷൻ കിട്ടിയില്ല എന്ന് നമ്മൾ ഈ കൊല്ലത്തൊക്കെ കണ്ടു. പക്ഷേ അത് കോൺഗ്രസ് ഒരു പ്രചരണ വിഷയം ആക്കുന്നുണ്ടോ? ഇല്ല. എന്താ ആക്കാത്തെ? കാരണം ആ പെൻഷൻ കൂട്ടിക്കൊണ്ടുവന്നത് ഇടത് സർക്കാരാണ്, അവർക്കറിയാം. അപ്പം കൊണ്ടുവരാത്ത ഒരു കാര്യം മറ്റൊരു കൊണ്ടുവന്ന കാര്യം അവർ കൊടുത്തില്ല എന്നുള്ളതിൽ കവിഞ്ഞ് അതായത് ആ ഭരണവിരുദ്ധ വികാരത്തെ മുതലെടുക്കുന്നതിൽ കോൺഗ്രസ് അത്ര കണ്ട് വിജയിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ ഈ ആന്റി മോഡി, ആന്റി പിണറായി എന്നൊക്കെ പറയുന്നതിനിടയിൽ കോൺഗ്രസിന് ഒരു സ്പേസ് ഉണ്ട്. എനിക്ക് തോന്നിയത് വ്യക്തിപ്രഭാവം കൊണ്ട് ഏതൊക്കെ നേതാക്കൾ ജയിച്ചു വരുമോ, അതായത് അവർക്ക് വ്യക്തിപരമായ സ്വാധീനം, സംഘടനാ സംവിധാനത്തിനൊക്കെ അപ്പുറത്ത് വ്യക്തിപരമായ പ്രഭാവത്തിലേക്ക് കാര്യങ്ങൾ കുറേയൊക്കെ പോകുന്നുണ്ട്. സംഘടനാ സംവിധാനം കൊണ്ട് ഇതിനിടയിൽ CPMന് എത്ര അല്ലെങ്കിൽ LDFന് എത്ര വോട്ട് പിടിച്ചെടുക്കാൻ പറ്റും, എത്ര സീറ്റ് പിടിച്ചെടുക്കാൻ പറ്റും എന്നതായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യം അല്ലേ? അതെ. എന്തൊക്കെയാണ് ഇനി ഈ വരും ദിവസങ്ങളിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ എങ്ങനെയൊക്കെ മാറ്റിമറിക്കുമെന്നറിയില്ല. എന്നാലും നമ്മൾ കണ്ടത് വെച്ചിട്ട് ഇതൊക്കെയാണ്, ഇത്രയൊക്കെയാണ്. ഇത് മാത്രമായിരിക്കുമോ കേരളത്തിലെ രാഷ്ട്രീയ ചിത്രം ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഞങ്ങൾ കണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്.